ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തിന്റെ ഭാഗമായുള്ള ആറാട്ട് ഘോഷയാത്ര ശംഖുമുഖം തീരത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തത്സമയ വിവരണങ്ങളിലേക്കും ദൃശ്യങ്ങളിലേക്കുമാണ് പോകുന്നത്. MS വീണ ചേരുന്നു. വീണ, അല്പസമയത്തിനകം തന്നെ ശംഖുമുഖം തീരത്ത് എത്തിച്ചേരുമെന്ന് തന്നെയാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇപ്പോൾ അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? രോഹിണി, ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ കാത്തിരുന്ന നിമിഷത്തിലേക്ക് എത്തുകയാണ്. ആറാട്ടിന് ഇനി അല്പനിമിഷങ്ങൾ മാത്രമാണ്. അൽപ്പരശി ആറാട്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ശംഖുമുഖം തീരത്ത് നടക്കും. ഇപ്പോൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്തിന്റെ ടെക്നിക്കൽ ഏരിയയിലൂടെ ആ ഘോഷയാത്ര കടന്നു വരുന്ന തത്സമയ കാഴ്ചകളാണ് കാണുന്നത്. നിരവധി പേർ ഇവിടെയും ശംഖുമുഖം തീരത്തിന്റെ പരിസരത്തും ഈ ഒരു ചടങ്ങുകൾ കാണുവാനായിട്ട് മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നവരാണ്. നിരവധി ഭക്തരുണ്ട്. അതുപോലെ തന്നെ ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ട് എത്തിയ നിരവധി ഭക്തരുണ്ട്. അതുപോലെ തന്നെ വള്ളക്കടവ് വരെ ആയിരുന്നു നിരവധി ഭക്തജനങ്ങളൊപ്പം ഉണ്ടായിരുന്നത്. തുടർന്ന് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളതാണ്. ആ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് പാസുകൾ ക്രമീകരിച്ച് ഭക്തർക്കടക്കം പാസുകൾ നൽകി അത്തരത്തിൽ അതീവ സുരക്ഷയുടെ അടിസ്ഥാനത്തിൽ ഭക്തരുടെ എണ്ണം ചുരുക്കിക്കൊണ്ടാണ് എയർപോർട്ടിന്റെ അകത്തേക്ക് ഭക്തർക്ക് പ്രവേശനം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ശംഖുമുഖം തീരത്തേക്ക് ഈ ഒരു ടെക്നിക്കൽ ഏരിയയുടെ കവാടം തുറന്ന് ഘോഷയാത്ര ശംഖുമുഖം തീരത്തേക്ക് അടുക്കുമ്പോൾ ഇവിടെ നിന്നും ആ ആറാട്ട് കടവ് വരെ അനുഗമിക്കുന്ന ഭക്തരെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിരവധി ഭക്തരൊപ്പം എത്തുന്നുണ്ട്. ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ശംഖുമുഖം തീരത്തേക്ക് ഇറങ്ങുന്നതിന്റെ തത്സമയ കാഴ്ചകളാണ് കാണുന്നത്. ഈ ഒരു നിമിഷവും കാത്തു നിൽക്കുന്നവരാണ്. ഒപ്പം തന്നെ ഈ 5 മണിക്ക് ആരംഭിച്ചതാണ് ക്ഷേത്രത്തിൽ നിന്ന് പടിഞ്ഞാറേ നടയിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ഈ അൽപ്പരശി ആറാട്ട് ഘോഷയാത്ര. ആ ഘോഷയാത്രയെ മണിക്കൂറുകളോളം അനുഗമിക്കുന്നവരുമുണ്ട്. വള്ളക്കടവ് വരെ അനുഗമിച്ച് തുടർന്ന് ഇവിടെ വന്ന് കാത്തു നിൽക്കുന്നവരുമുണ്ട്. എയർപോർട്ടിൽ കയറി ഒരു 15 മിനിറ്റുകൾക്കുള്ളിൽ തന്നെയാണ് ശംഖുമുഖം തീരത്തേക്ക് എത്തിയത്. പരമ്പരാഗതമായ രീതിയിൽ ഇപ്പോഴും ആചാര അനുഷ്ഠാനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും കാണാത്ത പരമ്പരാഗതമായ രീതിയിലുള്ള ചടങ്ങുകൾക്കൊക്കെയാണ് തലസ്ഥാന നഗരി അനന്തപുരി ഇപ്പോൾ പത്മനാഭന്റെ ചടങ്ങുകൾക്കായി സ്വാമി പത്മനാഭന്റെ ഈ ഒരു ചടങ്ങുകൾക്കായിട്ട് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ഇത് കൈമാറി വരുന്നു എന്നുള്ളതാണ്. ചെറിയ കുട്ടികളടക്കമുണ്ട്, മുതിർന്നവരടക്കമുണ്ട്. സുരക്ഷയ്ക്കായി നിരവധി പേരെ വിന്യസിച്ചിട്ടുണ്ട്. ഈ ആറാട്ടിനോടനുബന്ധിച്ച് ഈ ശംഖുമുഖം പരിസരത്തും വലിയ തരത്തിലുള്ള സുരക്ഷയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതാ കവാടത്തിന്റെ പുറത്തേക്ക് സ്വർണ്ണ ഗരുഡ വാഹനത്തിലേക്ക് പത്മനാഭസ്വാമി എഴുന്നള്ളുകയാണ്. തെക്കേടം നരസിംഹമൂർത്തിയും ഒപ്പം തന്നെ തിരുവമ്പാടി ശ്രീകൃഷ്ണ മൂർത്തിയും വെള്ള ഗരുഡ വാഹനത്തിൽ പുറത്തേക്ക് എഴുന്നള്ളുകയാണ്. ശംഖുമുഖം തീരത്തേക്ക് അടുക്കുകയാണ്. എയർപോർട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർത്തും സുരക്ഷാ വലയത്തിൽ തന്നെയാണ്. ഈ ഒരു നിമിഷങ്ങൾക്കായിട്ട് കാത്തു നിന്നവരാണ് അനന്തപുരിയിലുള്ളവർ. ആ ഒരു നിമിഷങ്ങൾ എത്തിയതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് നിരവധി പേർ ഇവിടെയും കാത്തു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ നിമിഷങ്ങൾ കഴിയുന്തോറും കഴിഞ്ഞ മണിക്കൂറിലടക്കം കണ്ടത് ഭക്തജന പങ്കാളിത്തമാണ്. എയർപോർട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങിയ ആറാട്ട് ഘോഷയാത്ര ഇപ്പോൾ ശംഖുമുഖം തീരത്തേക്ക് പോകുന്നതിന്റെ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വർണ്ണ ഗരുഡ വാഹനത്തിൽ ശ്രീപത്മസ്വാമിയും ഒപ്പം തന്നെ വെള്ളി ഗരുഡ വാഹനത്തിൽ നരസിംഹമൂർത്തിയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ സ്വാമിയും ഇതാ ആറാട്ട് കടവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വിളക്കുകൾ ഏന്തി നിരവധി യുവതികളും ഒപ്പം തന്നെ പോകുന്നുണ്ട്. കുട്ടികളടക്കം അനുഗമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സായുധ സേനയും ഒപ്പം കൂടെയുണ്ട് എന്നുള്ളതാണ്. കുതിരപ്പട്ടാളമുണ്ട്. അപ്പം തന്നെ കേരള പോലീസ് ഉണ്ട്. അതുപോലെ തന്നെ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത് കേരള പോലീസാണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ എല്ലാ വിധത്തിലുമുള്ള ആ ഒരു പാരമ്പര്യത്തെ, അതായത് തിരുവിതാംകൂറിന്റെ പഴമയെ വിളിച്ചോതുന്ന തരത്തിൽ ഓരോ വർഷം നടത്തുമ്പോഴും ആ ഒരു പനിമയ്ക്ക് ഒട്ടും കുറവ് വരുന്നില്ല. ആ പാരമ്പര്യം ഒട്ടും ചോർന്നു പോകുന്നില്ല. ആ പാരമ്പര്യത്തെയും തനിമയും ഒക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഓരോ വർഷവും ഇത്തരത്തിലുള്ള ഉത്സവം നടക്കുന്നത്. 21-ാം തീയതി ആരംഭിച്ചതാണ് അൽപ്പരശി ഉത്സവം. ആ ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് കൂടിയാണ് ഇന്നത്തേത് ഈ ആറാട്ട് കാണുവാനും അതിൽ പങ്കെടുക്കുവാനും ഒപ്പം തന്നെ ഭഗവാനെ ഒരു നോക്ക് കണ്ട് തൊഴുവാനുമായിട്ട് നിരവധി പേരെത്തുന്നുണ്ട്. നടന്നു വന്ന വഴികളിലെല്ലാം ഭഗവാന്മാരെ സ്വീകരിക്കുന്നതിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. പടുക്ക ഏന്തി നിൽക്കുന്ന അമ്മമാരെയും സഹോദരിമാരെയും ഒക്കെയാണ് കണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു മണിക്കൂറുകൾ പിന്നിട്ട വഴികളിലൊക്കെ കാത്തു നിൽക്കുന്ന ഭക്തരെ കണ്ടു. അത് ജീവിതത്തിലെ വലിയൊരു പുണ്യമായി കാണുന്നവരാണ്. ആ ഒരു ആത്മസാക്ഷാത്കാരത്തിനും ആത്മനിർവൃതിക്കുമായി കാത്തിരുന്ന മുഹൂർത്തം കൂടിയായിരുന്നു. അതിന്റെ പൂർണ്ണതയിലേക്ക് ഭക്തർ എത്തുകയാണ്. ഇനി ആ കാത്തിരുന്ന നിമിഷത്തേക്കാണ്, അനന്തപുരി കാത്തിരുന്ന നിമിഷത്തിലേക്കാണ് ഇനി എത്തുന്നത്. ആറാട്ട് കടവിലേക്ക് ഇപ്പോൾ ഈ ഘോഷയാത്ര നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രോഹിണി. അതെ വീണ, എന്തായാലും ആചാരപ്പെരുമയിൽ പ്രൗഢഗംഭീരമായ ഘോഷയാത്ര തന്നെയാണ് പുരോഗമിക്കുന്നത്. എന്തായാലും ഭഗവാന്റെ തിരുവാറാട്ടിന് മുൻപ്
ശംഖുമുഖം തീരത്തെത്തിക്കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും രീതിയിലുള്ള പൂജാ ചടങ്ങുകളോ പൂജാവിധികളോ ഉണ്ടാകുമോ വീണ? തീർച്ചയായും രോഹിണി, ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പും പൂജാ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക്, അതായത് ഘോഷയാത്ര ആരംഭിച്ചത്. ഘോഷയാത്ര ആരംഭിച്ച് ശംഖുമുഖം തീരത്തേക്ക് എത്തുമ്പോൾ ഈ ആറാട്ടിന് മുമ്പ് ചില പൂജകളും ചടങ്ങുകളും നടക്കും. ഈ ചടങ്ങുകൾക്ക് ശേഷമാണ് ഭഗവാന്മാരെ ശംഖുമുഖം തീരത്ത് ആറാടിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇത്തരത്തിലുള്ള ഒരുക്കങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ പൂർത്തിയായിരുന്നു. ഇപ്പോഴും നിരവധി ഭക്തർ ഈ യാത്ര, അതായത് ഈ എയർപോർട്ടിന്റെ പരിസരത്തായി തടിച്ചുകൂടിയിരുന്ന ഭക്തർ ഇപ്പോൾ അനുഗമിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളോടൊപ്പം തന്നെ ഈ ഒരു പൂജാ ചടങ്ങുകൾക്കും ഒക്കെ സാക്ഷ്യം വഹിക്കുവാനായി കാത്തു നിൽക്കുന്നവരാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത്, ഭഗവാനെ അടുത്ത് കാണാൻ കിട്ടുന്ന ഒരു അസുലഭ മുഹൂർത്തം, ആ ഒരു പുണ്യ നിമിഷം, ആ ഒരു നിമിഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാൽ തന്നെ നിരവധി ഭക്തരും വിശ്വാസികളും, വലിയൊരു വിശ്വാസി സമൂഹത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ കടന്നു വന്ന വീഥികളിലൊക്കെ നമ്മൾ തത്സമയം ജനം TV പ്രേക്ഷകരിലേക്ക് ആ കാഴ്ചകളൊക്കെ എത്തിച്ചതാണ്. ആ കടന്നു വന്ന വീഥികളിലൊക്കെ ഇതര മതസ്ഥരായിട്ടുള്ള വിശ്വാസികളും ഒപ്പം കാത്തിരുന്നു. ഭഗവാനെ കാത്തുനിന്ന് തൊഴുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ ഒരു തീർത്തും ശംഖുമുഖം കടൽ തീരം മറ്റൊരു സാഗരമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഭക്തരാൽ തീർത്തൊരു സാഗരം, ഭഗവാനെ കാണുവാനായിട്ട് ഭക്തർ തീർത്തൊരു സാഗരം, ഈ ഘോഷയാത്രയെ അനുഗമിക്കുന്ന ഭക്തരുടെ സാഗരം. ആ സാന്നിധ്യത്തിലാണ് ഭഗവാൻ ശംഖുമുഖം കടൽ തീരത്ത് ആറാടുന്നത് എന്നുള്ളതാണ്. ആ കാഴ്ചകൾക്ക് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഹരേ രാമ ചൊല്ലിക്കൊണ്ട് പോകുന്നവരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രോഹിണി, അതെ, തീർച്ചയായും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ആചാരപ്പെരുമയ്ക്ക് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. 10 ദിവസം നീണ്ട അൽപ്പശി ഉത്സവത്തിനാണ് ഇന്ന് സമാപനം കുറിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശംഖുമുഖം കടവിൽ ഇന്ന് ശ്രീ പത്മനാഭസ്വാമിക്ക് ആറാട്ട്. ഇന്ന് വൈകിട്ട് പത്മനാഭസ്വാമിയെയും അതോടൊപ്പം നരസിംഹമൂർത്തിയെയും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയെയും സമുദ്രത്തിൽ ആറാടിക്കുന്നുണ്ട്. നമുക്ക് ഈ അൽപ്പശി ഉത്സവ ചടങ്ങുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്, അതുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കൃത്യമായ എല്ലാ വർഷവും നടത്തുന്നു, അതും ആചാരപ്പെരുമയോടെ പ്രൗഢ ഗംഭീരമായി തന്നെ കൊണ്ടാടുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് വീണ? തീർച്ചയായും രോഹിണി, പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആചാരപ്പെരുമ അതേ ഒട്ടും ചോരാതെ ആ പഴമ നിലനിർത്തിക്കൊണ്ട് നടക്കുന്ന ഉത്സവമാണ്. എല്ലാ വർഷവും ഇത്തരത്തിൽ 2 ഉത്സവങ്ങളാണുള്ളത്. ഒന്ന് പൈങ്കുനി ഉത്സവവും 2 അൽപ്പരശി ഉത്സവവുമാണ്. ഈ അൽപ്പരശി ഉത്സവത്തിന് ഈ തമിഴുമായിട്ട് ബന്ധമുണ്ട്. അത്തരത്തിലാണ് ഈ ഒരു പേര് വന്നത്. മാത്രമല്ല തുലാമാസത്തിലാണ് ഇത്തരത്തിലുള്ള ഉത്സവം എല്ലാ വർഷവും നടക്കുന്നത്. തുലാമാസത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. ഈ ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് കൂടിയാണ് ഈ ഒരു ആറാട്ട്. ഈ ആറാട്ടിനായിട്ട് എല്ലാ തവണയും ഇതുപോലെ തന്നെയാണ്. ഇതുപോലെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറയിൽ നടയിൽ നിന്ന് വാദ്യമേള പഞ്ചവാദ്യത്തോടുകൂടി ഘോഷയാത്രയായി എത്തുന്നു. തുടർന്ന് ഇവിടെ ആറാട്ടുകടവിൽ ശംഖുമുഖം തീരത്താണ് ആറാടുക. എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടക്കാറുണ്ട്. 2 പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ കൂടിയാണ് എല്ലാ വർഷവും നടക്കുക. 6 മാസം ഇടവേളകളാണ് ഈ 2 ഉത്സവങ്ങൾക്കും തമ്മിലുള്ളത്. ആ ഉത്സവകാലത്ത് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ എല്ലാ വർഷവും നടക്കാറുണ്ട്. ഈ ചടങ്ങുകൾക്ക് മാത്രം സാക്ഷ്യം വഹിക്കുവാൻ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തു നിന്നും അടക്കം നിരവധി ഭക്തർ എത്താറുണ്ട്. ഇന്നും ഇത്തരത്തിലുള്ള ഭക്തജന പങ്കാളിത്തമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതാ ശംഖുമുഖം തീരത്തേക്ക് ഈ ആറാട്ട് ഘോഷയാത്ര അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ പുണ്യ നിമിഷത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം എല്ലാ ഉത്സവകാലത്തും ഭക്തജനങ്ങളുടെ തിരക്ക് വളരെ കൂടുതലാണ്. മാത്രമല്ല അല്ലാത്ത ദിവസങ്ങളിലും ഭക്തജനങ്ങളെ ദർശനത്തിനായി എത്തുന്ന നിരവധി പേരുണ്ട്. നമുക്കറിയാം, അതീവ സുരക്ഷ, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾക്ക് പഴമ ചോരാത്ത രീതിയിൽ ആ ഉത്സവത്തെ എല്ലാ വർഷവും നടത്തുന്നു എന്നുള്ളതാണ്. ആ പഴമയ്ക്ക് ഒട്ടും ചോർച്ച വരുന്നില്ല. ഓരോ തലമുറയിൽ കൈമാറി മറ്റൊരു തലമുറയിൽ എത്തുമ്പോഴും ആ ഒരു ചടങ്ങുകൾക്ക് പ്രാധാന്യം ഏറുകയാണ്. ആ ചടങ്ങുകൾ ും ഒപ്പം തന്നെ ഭഗവാനെ കാണുന്നതിനുമായി ഇന്നത്തെ ദിവസവും വലിയ തരത്തിലുള്ള ഭക്തജന പങ്കാളിത്തമാണ് നമുക്ക് കാണാൻ സാധിച്ചത്.